ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, നമുക്ക് ജിമെയിൽ ഉപയോഗിക്കുന്ന ആളുകളല്ലേ, നമ്മുടെ ജിമെയിൽ നമ്മൾ അറിയാത്ത വേറെ ഏതെങ്കിലും ഡിവൈസുകളിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണിലോ ഹാക്ക് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ലോഗിൻ ചെയ്യുകയോ പിന്നെ നമ്മൾ ലോഗ് ഔട്ട് ചെയ്യാൻ വിട്ടു പോവുകയോ അങ്ങനെ അത്രയും എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ജിമെയിൽ ഐ ഡി മറ്റുള്ള ഏതെങ്കിലും ഡിവൈസുകളിൽ സൈൻ ഇൻ ആയി കിടക്കുന്ന അല്ലെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാൻ മറന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഫ്യൂച്ചർ ഉണ്ട് നമ്മുടെ ജിമെയിലിനകത്ത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജിമെയിൽ ഐ ഡി മറ്റുള്ള ആളുകളുടെ കയ്യിൽ എത്തിപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ ഐ ഡി ഹാക്ക് ചെയ്യപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ബാക്കപ്പ് ചെയ്യുന്ന ഗൂഗിൾ ഫോട്ടോസ് കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഡാറ്റാസൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ജിമെയിൽ ഐ ഡി നമ്മൾ അറിയാത്ത ഏതെങ്കിലും ഡിവൈസുകളിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്ന് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് എടുക്കുക. ഗൂഗിൾ അക്കൗണ്ട് എടുത്തതിന് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ഇവിടെയുള്ള ഈ ചെറിയ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിൽ ഏതൊക്കെ മെയിലുകളാണ് സൈൻ ഇൻ ആയി കിടക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളതിൽ ഏത് മെയിൽ ഐ ഡി ആണോ ചെക്ക് ചെയ്യേണ്ടത് ആ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ സ്ക്രോൾ ചെയ്ത് ഇവിടെ സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്ത് വരിക. ആ സെക്യൂരിറ്റി എന്ന ഭാഗത്ത് വന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക കേട്ടോ. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യുവർ ഡിവൈസ് എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് ഡിവൈസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 3 ഡിവൈസ് കാണുന്നുണ്ട്. ആൻഡ്രോയിഡ് ഫോൺ 2 കാണിക്കുന്നുണ്ട്, ഇവിടെ ഒരു ഐഫോൺ കാണിക്കുന്നുണ്ട്, പിന്നെ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 3 ഡിവൈസിൽ ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഈ ഒരു ഇമെയിൽ ഐ ഡി ലോഗിൻ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അത് ഏതാണോ ഉള്ളത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ലോഗ് ഔട്ട് കാണാൻ സാധിക്കുന്നതാണ്. അത് നമുക്കതിൽ ലോഗ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് സെലക്ട് ചെയ്ത് ഇവിടെ സൈൻ ഔട്ട് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ അറിയാത്ത ഏതെങ്കിലും ഡിവൈസിൽ നമ്മളെ മെയിൽ ഐ ഡി ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ പോയി നമുക്ക് സൈൻ ഔട്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഡിവൈസിൽ മാത്രം നിലനിർത്തുക, ബാക്കിയുള്ള ഡിവൈസിലൊക്കെ ഇത്തരത്തിൽ സൈൻ ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു ജിമെയിൽ ഐ ഡി സെക്യൂർ ആയി ഇരിക്കാൻ വേണ്ടി ഈ ഒരു സംഭവം ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ. നന്ദി, നമസ്കാരം, താങ്ക് യു.